ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഗേറ്റ് ഓവർ കണ്ടപ്പോൾ തന്നെ അബുദാബിയിലുള്ളവർക്ക് മനസ്സിലായി കാണും, നമ്മളിപ്പോൾ റീം ഐലൻഡിലാണ്. ഇവിടെ ഒരു ഹിഡൻ ജെം ഉണ്ട്, ഒരു ഹിഡൻ ഫോറസ്റ്റ്. അതാണ് അൽഫേ പാർക്ക്. സിറ്റിയുടെ നടുവിൽ തന്നെ വരുന്ന ഒരു ഫോറസ്റ്റാണിത്. ഒരു നാച്ചുറൽ ഒയാസിസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ സിറ്റിയുടെ നടുവിൽ തന്നെ ഇങ്ങനെ ഒരു ഫോറസ്റ്റ് എല്ലാവർക്കും ഒരു അത്ഭുതമായിരിക്കും. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം തന്നെ മനസ്സിലാവും, ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകുന്ന അതേ ഫീലാണ്. പുറമേ ഒരു സിറ്റി ഉണ്ടെന്നൊരു തോന്നൽ പോലും നമുക്ക് ഉണ്ടാവില്ല. എന്നാൽ നമുക്കിതിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ പുറത്തുകൂടി വണ്ടികളൊക്കെ പോകുന്നതും കാണാൻ പറ്റും. ഒരുപാട് ട്രീസും ഷേർപ്സും ഒക്കെ കൊണ്ട് നിറഞ്ഞതാണ് ഈ ഫോറസ്റ്റ്. ഇതിനുള്ളിൽ കുറേ ആനിമൽസൊക്കെയാണ്. നമുക്ക് അതിൻ്റെ ആ ഫോറസ്റ്റിലേക്ക് കിടക്കുമ്പോൾ ഉള്ള ഒരു ആനിമൽ സൗണ്ടൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ വൈൽഡ് ആനിമൽസ് അല്ല, മറ്റേ ചെറിയ ചെറിയ ഇൻസെക്ട്സിൻ്റെ ഒക്കെ സൗണ്ട്സ് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. നല്ലൊരു ഈവനിങ് അല്ലെങ്കിൽ ഒരു സമ്മർ ടൈമിലൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. ഇതിനകത്ത് വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഏരിയാസ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടാണെങ്കിലും പിന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ബാസ്കറ്റ് ബോൾ, ടെന്നീസ്, വോളിബോൾ അങ്ങനത്തെ കളികളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേസൊക്കെ അവരവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നമുക്കിത് സിമെൻ്റ് ഇട്ടേക്കുന്ന പോലെ തോന്നുമായിരിക്കും, പക്ഷേ അത് അങ്ങനെയല്ല. അത് കുട്ടികൾ വീണാലും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാറ്റാണ് കേട്ടോ അവരവിടെ ഇട്ടേക്കുന്നത്. സോഫ്റ്റ് ആണ്, നമ്മൾ നടക്കുമ്പോൾ അതിങ്ങനെ താന്ന് പോകും. കാരണം ഇവിടെ എവിടെ ചെന്നാലും കുട്ടികളുടെ സേഫ്റ്റി അത് അവർ പ്രയോറിറ്റി കിടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നിലത്ത് വീണ് മുട്ടുവിട്ടോന്നൊന്നും പേടിക്കേണ്ട, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇവിടെ സംഭവിക്കില്ല. ഒരുപാട് കുട്ടികളൊക്കെ ഇവിടെ കളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫോറസ്റ്റിൽ കൂടെ നടക്കുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്കും കിട്ടും. ഞങ്ങൾ ചെന്നത് ഒരു ഈവനിങ് ടൈമാണ്. ഇച്ചിരി കൂടി ഡേ ടൈം ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോറസ്റ്റ് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, എന്നാലും നമുക്ക് ആ ചെടികളൊക്കെ ഒന്ന് കാണാനും ആ മരങ്ങളും അതൊക്കെ കാണണമെങ്കിൽ കുറച്ചും കൂടി പകൽ വന്നു കഴിഞ്ഞാൽ, കാരണം ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു ഇരുട്ടാണ്. ഇത്രയും ട്രീസൊക്കെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും. തിരക്കുള്ള ജോലിക്കിടയിൽ നിന്ന് ഒരു റിലാക്സ് കിട്ടാൻ വേണ്ടി ഇടയ്ക്കൊക്കെ ഇവിടെ വരുന്നത് നല്ലതാണ് കേട്ടോ. അബുദാബി സിറ്റിയിൽ നിന്ന് ഒരു 4.5 അല്ലെ 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കേട്ടോ ഇവിടേക്ക് വരാനായിട്ട്. ഇതിൻ്റെ പല ഏരിയാസ് ആയിട്ട് സിറ്റിംഗ് ഏരിയാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണേൽ ചെറിയ ചെറിയ ബർത്ത്ഡേസോ അല്ലെങ്കിൽ ഗെറ്റ് ടുഗദേഴ്സ് അങ്ങനെയൊക്കെ നമുക്ക് വേണേൽ ഇതിൻ്റെ ഉള്ളിൽ നടത്താൻ പറ്റും. ഇതിനുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ ഫ്രീ എൻട്രി ആണ്. മോർണിംഗ് 7 to നൈറ്റ് 11 PM വരെയാണ് ഓപ്പണിങ്. ഒന്ന് കാട് കാണണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ പെട്ടെന്ന് ഇങ്ങ് പോരെ വണ്ടി എടുത്ത് റീം ഐലൻഡിലേക്ക്. നമുക്ക് ഇതിൽ പബ്ലിക് ട്രാൻസ്പോർട്ടും നമ്മുടെ ടാക്സി അല്ല നമ്മുടെ പ്രൈവറ്റ് ബസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ഇങ്ങോട്ടേക്ക്. കാരണം ഇത് സിറ്റിയുടെ സെൻട്രൽ തന്നെയാണ്. കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും കേട്ടോ ഇത്. കാരണം അവർക്ക് ഇങ്ങനെ ഫോറസ്റ്റിൽ കൂടെ ഒക്കെ നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ. ഇതൊരു ഫിറ്റ്നസ് ഏരിയ ആണ്, നമ്മുടെ ജിം പോലത്തെ ഏരിയാസ് ആണ്. അവിടെ ഒരുപാട് ആമിനിറ്റീസ് കൊടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ക്യാറ്റ്സിനെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കാണാറുണ്ട് കേട്ടോ. പിന്നെ ക്യാറ്റ്സിന് നമ്മൾ ഇവിടെ അബുദാബിയിലല്ല UAE എവിടെ പോയാലും കാണാൻ പറ്റും. എല്ലാം നല്ല തടിച്ച് കൊഴുത്ത് ഗുണ്ടുമണി പോലെ ഇരിക്കുന്ന ക്യാറ്റ്സാണ് കേട്ടോ. കാരണം ഇവർ ക്യാറ്റിന് ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. കുറേ പേര് ബാസ്കറ്റ് ബോളൊക്കെ കളിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് കുട്ടികൾക്ക് സ്കേറ്റിങ്ങിനുള്ളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് ഇതേ കുറേ പേര് ടെന്നീസൊക്കെ കളിക്കുന്നുണ്ട്. ഇതുപോലെ വോളിബോൾ, ടേബിൾ ടെന്നീസ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. കാട്ടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാട്ടിൽ നിന്ന് പ്ലേ ചെയ്യുന്ന ഒരു ഫീൽ കിട്ടും. അപ്പോൾ ഇതേ ഇവിടെ കുറേ പേര് വോളിബോൾ കളിക്കുന്നുണ്ട്. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കമ്മ്യൂണിറ്റി ആയിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പ്രീ ബുക്ക് ചെയ്യണമെന്നുണ്ട് കേട്ടോ. പക്ഷേ ഫ്രീ ആണ്. ഇവിടെ കുറേ വാട്ടർ ഫൗണ്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈവനിങ് എല്ലാം ഡേ ടൈം ആണെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ അബുദാബിയിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ റീം ഐലൻഡിൽ അൽഫേ പാർക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.